ഹായ്, ഇന്ന് ഡേ 29 ആണ്, സൺഡേ ആണ്. അപ്പോൾ നല്ല റെസ്റ്റ്, നല്ല ഉറക്കമായിരുന്നു. എഴുന്നേറ്റ് ഇതാ ഇപ്പം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇതാ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ചോദിക്കും ബ്രേക്ക് ഡേ ഇല്ലേ, റെസ്റ്റ് ഡേ ഇല്ലേ എന്ന്. ആക്ച്വലി നമ്മുടെ ചലഞ്ചാണല്ലോ, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പർ ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ട്. 7-8 മണിക്കൂർ ഉറങ്ങാറുണ്ട് പ്രോപ്പറായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ കൂടി കൂടുതൽ ഉറങ്ങി. എഴുന്നേറ്റ് തന്നെ നല്ല ലേറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ഇവിടെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് നല്ല റെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമ്മളെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്ര ലേറ്റ് ആവുന്നുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലൊക്കെ എനിക്ക് സമയം കിട്ടായ്മയൊക്കെ കൊണ്ടാണ്. ബട്ട് ഞാൻ ഇനി മുതൽ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും കൂടി സ്പീഡപ്പ് ആക്കുവാണ്. വീഡിയോ 10 മിനിറ്റ്സ് ഇട്ട് ഓടിക്കാൻ ആൾക്കാർക്ക് കാണാനും അതൊരു ബുദ്ധിമുട്ടാകും. സോ ഞാനത് വീഡിയോ ഇത്രയും കൂടി സ്പീഡിൽ ഓടിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സിനകത്ത് നമ്മുടെ വർക്കൗട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അത്യാവശ്യമുള്ളവർക്ക് അത് സ്ലോ മോഷൻ എടുത്ത് കാണാൻ പറ്റുമല്ലോ. അത് അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. കാരണം നമ്മുടെ ടൈം അത്ര നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ എല്ലാം എഡിറ്റിങ് പെൻഡിങ് കിടക്കുവാണ്. മാത്രമല്ല ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ പഞ്ചാബിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ രാവിലെയും വൈകിട്ടും വർക്കൗട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ കട്ടിലിൽ തന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്തു 1000 പഞ്ചസ് നമ്മൾ വീട്ടിലെ ബാഗിൽ തന്നെ ഇരിക്കുന്നത്. വർക്കൗട്ടൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി താമസം എടുക്കും. ഒന്നാമത് യൂട്യൂബിലൊക്കെ ഇടാൻ താമസിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം ഇനി ഷോർട്ടായിട്ട് തന്നെ ഇടുന്നുള്ളൂ. ഷോർട്ട് മീൻസ് ഒരു 5 മിനിറ്റ്സിൽ ഞാൻ അത് സ്പീഡപ്പ് ആക്കി കുറച്ച് 5 മിനിറ്റ്സിലാക്കി തീർക്കുവാണ്. അത്യാവശ്യം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കൗണ്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും സ്ലോ മോഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്കതേ ഉള്ളൂ ഇപ്പോൾ ഒരു വഴിയായിട്ട് കാണുന്നത്. ഇത് 10 മിനിറ്റ്സിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ഞാനിത് 5 മിനിറ്റ്സ് ആക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഡേ മുതൽ 5 മിനിറ്റ്സിൻ്റെ വീഡിയോ ആക്കാം. പക്ഷെ അത് കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ ഞാനതിനകത്ത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനത് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു സംഭവമാണ്. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ തന്നെ ചീറ്റ് ചെയ്യാതെ ചെയ്ത് എന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നാളെ മുതലപ്പം നമ്മൾ ചെറിയ ഷോർട്ടാക്കി എടുക്കുവാണ് വീഡിയോസ്. എഡിറ്റിങ് ഭയങ്കര പാടാണ് ബ്രോ. അത് ഇത്തിരി പാടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതേവരെ പഠിക്കാൻ പറ്റിയില്ല. ഇത്രയും ദിവസം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് വന്ന് വെച്ചിട്ട് ബ്രേക്ക് എടുക്കുന്നതാണ്, ഉറങ്ങുന്നതാണ്. പക്ഷേ അത് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഉറക്കവും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യാൻ മാക്സിമം നോക്കിയത്. ബട്ട് എല്ലാം നടന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഔട്ട്സൈഡ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് പോയിട്ടാണ് ചെയ്തത്. അപ്പം 1000 പഞ്ചസ് നമ്മൾ വീട്ടിലെ ബാഗിൽ തന്നെ ചെയ്തു. ഇതെല്ലാം അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു സമയമില്ലായ്മ തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അത്യാവശ്യം വീഡിയോസ് എല്ലാം സ്പീഡാണ്. കാണുന്നവർക്ക് മടുപ്പാണോ എന്തോ അതിനെക്കുറിച്ച് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പിന്നെ നമ്മളിത് വീഡിയോ ഇത് ഫുള്ളായിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു എന്നുള്ളൊരു തെളിവാണ്. അപ്പോൾ അത് സ്ലോ മോഷൻ എടുത്തു പോയാലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിന് സന്തോഷം, പ്ലസ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ചീറ്റ് ചെയ്യില്ല. ഞാൻ വർഷങ്ങളായിട്ട് ബോക്സിങ് ചെയ്യുന്ന അതിനകത്ത് ചീറ്റിങ് എനിക്ക് ഇഷ്ടമല്ല. ബോക്സിങ്ങിലൊന്നും നമ്മൾ ചീറ്റ് ചെയ്തില്ല. എത്ര സാഹചര്യമാണെങ്കിലും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഒരു ചലഞ്ച് തന്നെ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ 1000 പഞ്ചസ് വീട്ടിലെ ബാഗിൽ തന്നെ ഇടിച്ചു. ഇതിപ്പോൾ നമ്മൾ ചെറിയ കോമ്പിനേഷൻ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ ചോദിച്ചു കോമ്പിനേഷൻസ് ആണോ ഇടിക്കുന്നത്. അതെ, ചെറിയ രീതിയിൽ കോമ്പിനേഷൻസ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഫുൾ ഓൺ ഒരു കോമ്പിനേഷൻ മോഡ് തന്നെ ഇടിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ടൈം നമുക്ക് കിട്ടില്ല. അത്രയും 1000 പഞ്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കോമ്പിനേഷൻ ഇടിക്കുക, പിന്നെ ഇടയ്ക്ക് തട്ടി പഞ്ചസ് ഇടിക്കുക, വീണ്ടും കോമ്പിനേഷൻ ഇടിക്കുക, അങ്ങനെ ഫുൾ ഓൺ കോമ്പിനേഷൻ അല്ല. പിന്നെ പവറും ഫുൾ പവറിലൊന്നും അല്ല ഇടിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥ പവർ ഫുള്ളും അപ്ലൈ ചെയ്യുന്നില്ല. അതൊന്ന് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു തീമാണ്. എന്തായാലും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫുൾ ഓൺ പവറിൽ ഞാൻ ഇടിച്ചിരിക്കും.
അതാണല്ലോ നമുക്കുള്ള റിസൾട്ട്. ഇത്രയും കണ്ടിന്യൂസ് ചെയ്താലുള്ള റിസൾട്ട് അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മസിൽ എൻഡുറൻസ് ആയാലും നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ആയാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കത് ഒറ്റയടിക്ക് കണ്ടറിയാൻ പറ്റില്ല. ബട്ട് ഞാൻ എവിടെ തുടങ്ങിയോ എവിടെ അവസാനിക്കുന്നോ രണ്ടും കമ്പാരിസൺ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ല റിസൾട്ടുകളും ഉണ്ടാവും. അതാണല്ലോ വർക്കൗട്ട് ചെയ്യുന്ന ആൾ എന്തുകൊണ്ടും വിജയിക്കുന്ന അത് തന്നെയാണ്, റിസൾട്ട് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് ചീറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കോമ്പിനേഷൻസൊക്കെ ബെറ്റർ ആവണം. 1000 punches ഫിനിഷ്. ക്യാമറയുടെ ആംഗിള് ശരിയായില്ല, പഞ്ചസ് ചെയ്യുന്ന ഫുള്ള് കാണാൻ പറ്റിയില്ല. 1000 പഞ്ച് ഫിനിഷായി. ദെൻ നമ്മൾ 100 മോർ പഞ്ചസ് ഇടിക്കുകയാണ്. 100 പഞ്ചസ് എക്സ്ട്രാ നമുക്ക് ചെയ്യാമെന്ന് കരുതി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂ പ്രശ്നമായിരുന്നു ക്യാമറ എടുത്തിരുന്നതിൻ്റെ. അതുകൊണ്ട് എന്തായാലും നമ്മൾ 100 പഞ്ചസ് എക്സ്ട്രാ ചെയ്തു. ഇത് 100 പഞ്ചസ് അത്യാവശ്യം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചത്. ആദ്യത്തേക്ക് നമ്മൾ 1000 പഞ്ചിനകത്ത് കുറേ നമ്മൾ അത്യാവശ്യം ടച്ചിങ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചത്. എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക, ഫുഡ്, റെസ്റ്റ് എല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുത്താലേ നല്ല കണക്ക് വീണ്ടും ചെയ്യാൻ പറ്റൂ. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ റിസൾട്ടും. മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആണെങ്കിൽ പവർഫുൾ ആവും റിസൾട്ടുകൾ. മൈൻഡ് സെറ്റ് ചേഞ്ച് എവറിത്തിങ്. സ്റ്റേ ഫിറ്റ്. നമ്മുടെ മോട്ടിവേഷന് ശേഷം സെക്കൻഡ് സെറ്റ് പുഷപ്സ് നമ്മൾ വീട്ടിനകത്ത് തന്നെ ചെയ്തു. സെക്കൻഡ് സെറ്റ് പുഷപ്സ് നമ്മൾ എല്ലാ സ്പീഡിൽ ഓടിക്കുന്ന കണക്ക് തന്നെ ഇതും സ്പീഡിൽ തന്നെ സെക്കൻഡ് സെറ്റ് പുഷപ്സ് നമ്മളങ്ങനെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തു. അത്യാവശ്യം വർക്കൗട്ട്സ് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ട് വൈകിട്ട് കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫങ്ഷൻ. സമ്മർ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. സമ്മർ ക്യാമ്പ് നടന്നിരുന്നു അവിടെ. അതിലെ കുട്ടികൾക്ക് കുറച്ച് അനുമോദനങ്ങളും പ്ലസ് അതിനകത്ത് നമ്മുടെ സീനിയേഴ്സ് പ്ലസ് കോച്ചുമാരും എല്ലാവരും കൂടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടായി എല്ലാം കൂടി ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തത്. പുഷപ്സ് 200 കഴിഞ്ഞ് ദെൻ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. അത് ഇന്ന് പുള്ളപ്സ് എല്ലാം വീട്ടിൽ തന്നെയാണ്. നമുക്ക് ആകെ ബാക്കി ഉണ്ടായിരുന്നത് പുഷപ്സ് 300 പുഷപ്സും 50 ബർപ്പീസ് മാത്രമേ ഉള്ളായിരുന്നു. അത് നമ്മൾ അവിടെ പോയിട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് തേർഡ് സെറ്റായിരുന്നു. തേർഡ് സെറ്റ് പുള്ളപ്സ്. അങ്ങനെ തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അടുത്ത നമ്മൾ ഫോർത്ത് സെറ്റ് പുള്ളപ്സ് ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ്, ഫോർത്തൊന്നല്ല ഫിഫ്ത്തും പുള്ളപ്സ് നമ്മൾ ഫുള്ള് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് കംപ്ലീറ്റ് ചെയ്ത് ദെൻ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മളങ്ങനെ ചെയ്തു. പുള്ളപ്സൊക്കെ ചെയ്യാൻ ഇപ്പോൾ പഴയ കണക്കല്ല. ആദ്യത്തെയൊക്കെ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഒരു ക്ഷീണമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതാണ് നമ്മുടെ റിസൾട്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പമായി റിസൾട്ട്. ദെൻ കുസാറ്റ് ബോക്സിംഗ് ക്ലബ്, അങ്ങനെ മീറ്റിങ്ങിന് എല്ലാവരും ഉണ്ടായിരുന്നു. സമ്മർ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. കോച്ചുമാരും സീനിയർ പ്ലെയേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. കാർത്തിക് സാറ്, ബാലു സാറ്, പിന്നെ പിള്ളേർക്ക് അനുമോദനങ്ങൾ നൽകി അവർ പെർഫോമൻസ് അനുസരിച്ചുള്ള അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം അനുമോദിച്ചു. അവർക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. സമ്മാനം മീൻസ് പ്രോത്സാഹനം, ഗിഫ്റ്റാണ്. എല്ലാവരും നമ്മൾ അനുമോദിച്ചു. എല്ലാവർക്കും നമ്മുടെ സമ്മർ ക്യാമ്പ് അടിപൊളിയായിട്ട് നടത്തിയതിൽ എല്ലാവർക്കും അനുമോദനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. സീനിയർ പ്ലെയർ നൗഫീദ് ഞാനും തമ്മിൽ വലിയ സ്റ്റോറിയുണ്ട്. ഞങ്ങൾ തമ്മിലൊരു സെമി ഫൈനൽസ് കളിച്ചിട്ടുണ്ട്. നൗഫി ഞാനും അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനകത്ത് കയറി ഓരോ ഇടിയും ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നല്ല ഗെയിമായിരുന്നു. എനിക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയൊരു ഗെയിമായിരുന്നു നൗഫീദ് ഞാനും തമ്മിൽ കളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫൈനലിൽ ഞാൻ തോറ്റു. അത്രയും ടയേർഡ് ആയതുകൊണ്ടായിരുന്നു ഫൈനലിൽ കയറിയിട്ട് തോറ്റത്. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളത് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിപ്പ് തുടങ്ങി. അങ്ങനെ കോച്ചുമാരൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി തന്നത്. ഞാനാണെങ്കിൽ ഫുഡ് ഒറ്റയടിക്ക് തീർത്തു. ദെൻ ഐസ്ക്രീം, ഡെസേർട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു. എല്ലാ ഫുഡൊക്കെ നല്ല കണക്ക് തന്നെ കഴിച്ചു. നമ്മൾ വർക്കൗട്ട് നല്ല കണക്ക് ചെയ്യുക, നല്ല കണക്ക് ഫുഡ് കഴിക്കുക, അതാണല്ലോ നമ്മുടെ തീം. അതിനെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമുക്ക് 300 പുഷപ്സും 50 ബർപ്പീസും ബാക്കിയുണ്ട്. അതുകൊണ്ട് അധികം ബ്രേക്ക് വേണ്ട, ഒരു 100 പുഷപ്സ് ഇപ്പം ചെയ്യാമെന്ന് കരുതി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ സൈഡിൽ വന്ന് 100 പുഷപ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്.
അപ്പോൾ 300 പുഷപ്സ് നമ്മൾ ചെയ്തു. ബാക്കി നമുക്ക് ചെയ്യാൻ കിടക്കുവാണ് 200 പുഷപ്സ് പ്ലസ് 50 ബർപ്പീസ്. എന്തായാലും അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ചെയ്തത്, ഉള്ള സാഹചര്യത്തിൽ അങ്ങ് ചെയ്തത്. അത് ഇടുങ്ങിയ ഒരു സ്ഥലമായിരുന്നു, അവിടെ നമ്മൾ ചെയ്തു. അങ്ങനെ 100 പുഷപ്സ് നമ്മൾ വീണ്ടും ചെയ്തപ്പം 300 പുഷപ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ 300 പുഷപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത നമ്മുടെ 4th സെറ്റ് പുഷപ്സ് ആണ്. 4th സെറ്റ് പുഷപ്സ് നമ്മൾ താഴെ വീട്ടിൻ്റെ താഴെ തന്നെ നമ്മൾ ചെയ്തു. അത് പെട്ടെന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഒറ്റ സെറ്റിലായിട്ട് നമ്മൾ ചെയ്ത് തീർത്തു. മീൻസ് ബ്രേക്ക് കിട്ടുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ 4th സെറ്റ് പുഷപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്തത് 5th സെറ്റ്, ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആയി. അങ്ങനെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ ഉഷാറായിട്ട് തന്നെ ചെയ്തു. അത് എല്ലാ സൗകര്യം വീട്ടിൻ്റെ സൈഡ് താഴെ വന്നിട്ടാണ് ഇൻ്റർലോക്കിൻ്റെ അവിടെ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിടെ ആയാലും ചെയ്യുമല്ലോ, നമുക്ക് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക, പ്ലസ് സഹിച്ച് നമുക്കത് ആ ഒരു സ്ട്രെങ്ത്, നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. സോ എവിടെ ആയാലും നമ്മൾ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ നല്ല കണക്ക് തന്നെ ഇതിൽ ചീറ്റിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 500 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ പുഷപ്സ് കംപ്ലീറ്റ് ആയി. ഇനി 50 ബർപ്പീസ് കൂടെ ഉണ്ട്. ലാസ്റ്റ് ബർപ്പീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബർപ്പീസ് ചെയ്യുവാണ്. ബർപ്പീസ് 50, അതും റോഡിൽ തന്നെയാണ്. റോഡ് മീൻസ് അവിടെ ഇൻ്റർലോക്ക് ഇട്ട വഴിയാണ്. ആ വഴി കൂടി നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ അത് 50 ബർപ്പീസ് നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും 50 ബർപ്പീസ് ഒരുമിച്ചാണ്, ബട്ട് അങ്ങനെയല്ല. 25x2 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ വേറൊരു സംശയം എന്ന് വെച്ചാൽ, എല്ലാവരും നമ്മൾ പഞ്ചും ബാഗ് ഇടിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും ഡൗട്ട്. ഞാൻ ബാഗ് ഇടിക്കുന്നതേ ഉള്ളൂ, ബട്ട് ബാഗ് അല്ല. ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി ഷാഡോ ബോക്സിങ് ആയാലും ഓക്കെ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാഡോ ബോക്സിങ് ആയാലും സംടൈംസ് നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഫുഡും റെസ്റ്റും എല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും. സേവ് ഇറ്റ്.